വേദിയിലും സദസ്സിലും ഇരിക്കുന്ന അൻവർക്ക, പ്രിയപ്പെട്ട തൃണമൂലിൻ്റെ നേതാക്കൾ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഞങ്ങൾ കുറേ ആയിട്ട് ഈ വിഷയം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മലബാർ വിഭജനം, മലപ്പുറം ജില്ലയുടെ വികസനമൊക്കെ പറയുന്നതുകൊണ്ട് ഒരു സുദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല. പക്ഷെ നമ്മൾ വളരെ സ്ട്രെസ് ചെയ്ത് ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നൊരു വിഷയം മലബാറിൻ്റെ ചരിത്രപരമായ പിന്നോക്കാവസ്ഥയാണ്. നമ്മൾ ഇവിടെ നേരത്തെ ആരോ ഒന്ന് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, അൽബിറൂനിയും വലിയ തോതിൽ ഈ നാടിനകത്തേക്ക് കടന്നു വന്നിരുന്ന സഞ്ചാരികളെല്ലാം ഈ നാട്, ഇതിൻ്റെ പുരോഗതിയുടെ ചരിത്രം എഴുതി വെച്ച ഗതകാലം നമുക്കുണ്ട്. പക്ഷെ പിന്നീട് മലബാറിന് സംഭവിച്ചത് ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലുകൾക്കെതിരെ കയ്യിൽ കിട്ടിയ വാരിക്കുന്തവുമായി വരെ പോരാടിയ ഒരു ഐതിഹാസികമായ ജനതയാണ് മലബാറുകാർ. അതിൻ്റെ പേരിൽ അവർ അവഗണിക്കപ്പെടുമ്പോൾ നമുക്ക് ആ ചരിത്രം, ഞാനിപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആ ചരിത്രത്തെ വീണ്ടും ഒന്ന് മുന്നോട്ട് കൊണ്ടുവരണം. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ സ്കൂളിൻ്റെ മുറ്റത്ത് ഒരു സായിപ്പിൻ്റെ ഖബറുണ്ടായിരുന്നു. കടുങ്ങല്ലൂർ ഒരു ചെറിയ ഗ്രാമത്തിലുള്ള സ്കൂളിലാണ് ഞാൻ. സായിപ്പിൻ്റെ ഖബറുണ്ടായിരുന്നു. ആ സായിപ്പിൻ്റെ ഖബറ് വർഷാവർഷങ്ങളിൽ പുരാവസ്തു വകുപ്പ് വന്ന് വീണ്ടും അത് പെയിൻ്റ് അടിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതെന്തോ കറാമത്താണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഈ നാടിനകത്ത്, മലബാറിനകത്ത്, വള്ളുവനാടിനകത്ത്, ഏറനാടിനകത്ത് എല്ലാ ഗ്രാമത്തിലും ബ്രിട്ടീഷുകാരെ കൊന്നു കുഴിച്ചു മൂടിയ എത്രയോ സ്ഥലങ്ങളുണ്ട്. ഐതിഹാസികമായി ഈ രാജ്യത്തിൻ്റെ തെരുവുകളിൽ സിവിലിയന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയ ഒരേ ഒരു നാട് മലബാറാണ്. അതിൻ്റെ പേരിൽ നമ്മൾ അവഗണിക്കപ്പെടാൻ പാടില്ല. ആ അവഗണനക്കെതിരെ 60-70 വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് ഒരു പ്രതിവിധി കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പിൻപറ്റുന്ന, നമ്മളുടെ മുൻപുറക്കാരായി നമ്മൾ കാണുന്ന ആ രക്തസാക്ഷികളോടും, ആ പോരാട്ടം നടത്തിയ ഏറനാടിലെ മാപ്പിളമാരോടും, ആ പോരാട്ടം നടത്തിയ മലബാറിലെ മുഴുവൻ മനുഷ്യരോടും നമ്മൾ ചെയ്യുന്ന അതിക്രമമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ചരിത്രത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മലബാറിൻ്റെ തെരുവുകളിൽ, ഈ നാടിൻ്റെ തെരുവുകളിൽ, പൂക്കോട്ടൂരും മലപ്പുറത്തും ചേറൂരും ഒക്കെ ഉള്ള ശുഹദാക്കളുടെയും ഈ നാടിൻ്റെ മുഴുവൻ പോരാളികളുടെയും ചരിത്രം ഏറ്റെടുത്തുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ മലബാറിൻ്റെ ഈ അവഗണനക്കെതിരെ കേരളത്തിൻ്റെ തെരുവുകളിൽ ഐതിഹാസികമായ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞ് ഈ വൈകിയ വേളയിൽ എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.